പേൾ ക്രീം സോഫ്റ്റ് സെമി ടെസസിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. കാന്ത സ്റ്റിച്ചിലാണ് ഡബിൾ സൈഡ് ബോർഡർ വന്നിട്ട് ആപ്ലിക്കോക്കിൽ നല്ലൊരു സർക്കുലർ മോട്ടീവ്സിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതായിരിക്കും ബോഡി പ്ലെയിൻ വന്നിട്ട് രണ്ട് സൈഡിലും ആ ഒരു പിങ്ക് ആൻഡ് പേൾ ക്രീം ടോണിൽ തന്നെ ആയിരിക്കും കാന്ത സ്റ്റിച്ച് വരുന്നത്. ബോർഡറിൽ ക്ലോസറിൽ കാണിക്കാം. ആ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. ക്രീമിൽ ക്രീം ആൻഡ് പിങ്ക് ആ ഒരു കോമ്പിനേഷനിലാണ് ഡബിൾ സൈഡിലും കാന്ത സ്റ്റിച്ച് വരുന്നത്. പല്ലു ഈ ഒരു പാറ്റേണിലാണ്. ഒരു സർക്കുലർ മോട്ടീവ്സ് വന്നിട്ട് അതിലും ആ ഒരു കാന്ത വർക്ക് തന്നെ ആയിരിക്കും സാരിയുടെ മുന്താണിയിൽ വരുമ്പോൾ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സോഫ്റ്റ് സെമി ടെസർ ആണ്, വളരെ തിൻ ഫാബ്രിക് ആണ്. നോൺ ട്രാൻസ്പെറന്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആൻഡ് നോൺ ട്രാൻസ്പെറന്റ്. ഇതായിരിക്കും സിമ്പിൾ പല്ലു വിത്ത് റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസിന്റെ സ്ലീവിലും ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും, കാന്ത വർക്കിൽ തന്നെ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിലും ആ ഒരു വർക്ക് വരും. സെയിം ബോഡി കളർ എല്ലാ സാരീസും പേൾ ക്രീം തന്നെയായിരിക്കും. ആ ഒരു ഐവറി ക്രീമാണ് സാരിയുടെ ഒരു കളർ വരുന്നത്. അതിൽ കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേണും ആപ്ലിക്കോക്കിന്റെ കോമ്പിനേഷൻസും മാറി വരും. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇതിൽ വരുമ്പോൾ പേൾ ക്രീം വിത്ത് മെറൂണിലായിരിക്കും കാന്ത വർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മെറൂണിലായിരിക്കും ഒരു ആപ്ലിക്കോക്കിന്റെ സർക്കുലർ മോട്ടീവ്സ് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ലാവൻഡർ പിങ്ക് ആണ്. ലാവൻഡറും ബേബി പിങ്കും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും ലാവൻഡർ പിങ്ക് ആൻഡ് പേൾ ക്രീമിലാണ് കാന്ത വർക്ക് വരുന്നത് സാരിക്ക്. സെയിം സ്റ്റൈലിൽ തന്നെയുള്ള മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബോട്ടിൽ ഗ്രീൻ ആണ്. പേൾ ക്രീമും ബോട്ടിൽ ഗ്രീനുള്ള കോമ്പിനേഷനിലായിരിക്കും കാന്ത വർക്ക് വരിക. ബോട്ടിൽ ഗ്രീനിൽ തന്നെ ആപ്ലിക് വർക്ക് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു ഹണി ബ്രൗൺ ആണ്. ഒരു ഡാർക്ക് മസ്റ്റേർഡ് യെല്ലോ, മെഹന്തി ഗ്രീൻ, ഹണി ബ്രൗൺ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ബ്ലെൻഡഡ് ടോണിലാണ് സാരിയിൽ ആ ഒരു കാന്ത വർക്കിന്റെ കോമ്പിനേഷനും ആപ്ലിക് വർക്കും വരുന്നുണ്ട്. വീഡിയോയിൽ സാരീസ് കുറച്ചൊരു ഫ്ലാഷി ആയിട്ട് കുറച്ചൊരു ഗ്ലോസി ആയിട്ട് തോന്നും. സാരിയുടെ ഫാബ്രിക് വരുന്നത് മാറ്റിലാണ്. സോഫ്റ്റ് സെമി ടെസർ ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും. ബോഡി പ്ലെയിൻ വന്നിട്ട് ഡബിൾ സൈഡ് കാന്ത വർക്കിൽ തന്നെയായിരിക്കും ബോർഡർ വന്നിട്ട് ഈ ഒരു പാറ്റേണിലാണ്. മുന്താണിയിൽ ആ ഒരു ആപ്ലിക് വർക്കും സെയിം അതേ പാറ്റേണിൽ തന്നെ പേൾ ക്രീമിൽ തന്നെയായിരിക്കും കാന്ത സ്റ്റിച്ചിന്റെ പല്ലു വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ടർക്കോയിസ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. പേൾ ക്രീം വിത്ത് ടർക്കോയിസ് ഗ്രീൻ. സെയിം സ്റ്റൈൽ കാന്ത സ്റ്റിച്ച്, മുന്താണി ആൻഡ് റണ്ണിങ് ബ്ലൗസ്. സോഫ്റ്റ് ടീൽ ഗ്രീൻ, പേൾ ക്രീം വിത്ത് ടീൽ ഗ്രീൻ ആണ് അടുത്ത സാരിയുടെ കോമ്പിനേഷൻ. കാന്ത വർക്ക് വരുന്നത് ടീൽ ഗ്രീനും പേൾ ക്രീമും ഇങ്ങനെയുള്ള പാറ്റേണിലായിരിക്കും. ഡബിൾ സൈഡിലും ആ ഒരു ബോർഡർ വരുന്നുണ്ട് കാന്ത സ്റ്റിച്ച്. വിത്ത് ആപ്ലിക് വർക്ക് വരുന്നത് ടീൽ ഗ്രീനുള്ള സർക്കുലർ മോട്ടീവ്സ് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഓക്സ്ഫോർഡ് ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ. പേൾ ക്രീം വിത്ത് ഓക്സ്ഫോർഡ് ബ്ലൂയിലായിരിക്കും ആ ഒരു കാന്ത സ്റ്റിച്ച് വരുന്നത് ഡബിൾ സൈഡ്. സെയിം ടൈപ്പ് ആപ്ലിക് വർക്ക്, സർക്കുലർ മോട്ടീവ്സ്. അതിലും ആ പേൾ ക്രീമിൽ തന്നെയായിരിക്കും കാന്ത സ്റ്റിച്ച് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ് വിത്ത് ബ്ലൗസ്. സോഫ്റ്റ് സെമി ടെസറിൽ വന്ന് പേൾ ക്രീം കളക്ഷൻസ് ആയിരുന്നു വന്നത്. ഫുൾ ബോഡി കാന്ത സ്റ്റിച്ച് ആൻഡ് ആപ്ലിക് വർക്കിലായിരുന്നു സാരീസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. പേൾ ക്രീമിൽ ജാമുൻ ടോൺ ആണ്. ഞാവൽപ്പഴത്തിന്റെ കളറും പേൾ ക്രീമും കൊണ്ടുള്ള കോമ്പിനേഷനിലാണ് ആ ഒരു കാന്ത സ്റ്റിച്ച് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയിൽ ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ്.